ഇന്ന് ഞങ്ങളെല്ലാരും പേരൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇബി ഉണ്ട് കേട്ടോ. ഇബി ആകുമ്പോൾ ഞാൻ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ക്യാച്ച് ചെയ്തോളൂ. നമ്മൾ ഇതിനവർക്ക് സപ്പോർട്ടൊക്കെ പറിച്ചു ചെയ്തോ. അപ്പൊ അതാ ആ നെറ്റ് ഇബിന്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളെ പേരൊക്കെ മരം. ഇതിന് മുന്നേ നമ്മൾ കാണിച്ചിരുന്നു. ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പഴുത്ത പേരൊക്കെയൊക്കെ മുകളിലൊക്കെ. നമുക്ക് കേറിയിട്ട് ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ പറിക്കണം. അതാ ബിയമോളൊക്കെ പഴുത്ത് വെറുക്കുണ്ടല്ലോ. ആണോ? അതാ ബിയമോൾക്ക് ഇതാ നല്ല പഴുത്ത പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ആദ്യം അവിടെ പെറുക്കടാ. ആദ്യം എടുത്തോ. ആദ്യം കിട്ടിയിട്ടുണ്ട്. കാണിച്ചെടുക്ക്. അതാ നമുക്ക് ഇതിലിടാം കേട്ടോ. അതൊക്കെ താഴെ വീണ പേരക്കണേ. അപ്പൊ നീ വല്ല മേലെ കയറട്ടെ. കേറാൻ പറ്റിയ മരം കേട്ടോ. ചെറിയ മരാണ്. ഇബിയേ ഞാൻ പറിച്ചുതരാ. അപ്പൊ അങ്ങനെ ക്യാച്ച് പിടിച്ചിട്ട് കൊട്ടയിലിട്ടോ കേട്ടോ. ഇതാ നല്ല പഴുത്ത ഇറക്കണേ. പറിക്കട്ടെ. തൊടുമ്പോഴത്തേക്കും പഴുത്തൊക്കെ പോരുന്നുണ്ട്. പഴുത്തത് മൂത്തൊക്കെ പറിക്കുക. എവിടെ? ഇതിന്റെ മുകളിൽ കയറിയിട്ട് കണ്ടു. നല്ല പഴുത്തല്ലേ. ഓക്കെ, ഇത് പിക്ക് ഇങ്ങനെ ക്യാച്ച് പിടിക്കാൻ ഇതൊന്നും വേണ്ടല്ലോ. ഇപ്പൊ കയ്യിൽ തന്നെ വാങ്ങാലോ. അല്ല ഞാൻ പിന്നെ സപ്പോർട്ട് പറിക്കണല്ലേ. താഴെ വീണ്ട വെച്ചിട്ട് എന്നാ കൈ പിടിച്ചോ. എടാ കാണിച്ചാടാ. ഇതൊക്കെ നല്ല പഴുത്തത് മൂപ്പായതൊക്കെ പറിക്കട്ടോ. നല്ല പഴുത്തതിലും ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ചെനപ്പായി വന്നതാ അല്ലേ. ഇതൊക്കെ നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനത്തൊക്കെ ഞാൻ പിടിച്ച് വാങ്ങിച്ചോ. ഞാൻ മുകളിൽ കയറുമ്പോ നെറ്റിൽ വാങ്ങി കേട്ടോ. അതാ ഇതപ്പൊ ക്യാച്ചില്. ഓല റെഡിയാക്കി വെച്ചോളൂ. പഴുത്തത് കേട്ടോ. ഇത് നല്ല പഴുത്താണ്. ക്യാച്ച് ചെയ്യ്. ക്യാച്ച് ചെയ്തോളൂ. എന്നാ അടുത്ത പഴുത്തത്. ഇനി കാണിച്ചേടാ. ഈ കൊമ്പിലോക്ക് കാണുന്നുണ്ടോ? ഞങ്ങൾ ചെരിച്ച് കാണിച്ചു കേട്ടോ. ചെരിച്ചല്ല, വളച്ച്. വീണില്ല. അയ്യടാ പോയി. പോട്ടെ, പഴുത്ത വീണ പോട്ടെ. ഇതാ അല്ല അടിപൊളി. അമർത്തരുത് അങ്ങനെ നിൽക്കരുത്. പഴുത്ത നാശായി പോവും. നമുക്ക് ഈ ഭാഗത്തുള്ളതേ സ്റ്റാൻഡിൽ കയറിയിട്ട് പറിക്കാം. എവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബിയമോൾ എന്താ കാട്ടിയത്? ആദ്യേ ബിയമോൾ ആദ്യം വലന്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഒന്നിച്ചെടുക്ക്. ഓല അങ്ങനെ കളിക്കുക. ഏതായാലും നമ്മൾക്ക് വല വേണ്ടി വന്നില്ലല്ലോ ബിബിയെന്ന്. അപ്പൊ അടുത്ത ക്യാച്ച് ചെയ്ത ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല പഴുത്ത അത് വാങ്ങ്. അടുത്ത് നിക്കട. അപ്പൊ പറിച്ചരാ. മുകളിൽ കയറണം. തരട്ടെ. പിടിയടാ. നീ ഒന്നെടുത്ത് കഴിക്കട്ടെ. ക്യാച്ചിപ്പ തരാ. കുറെ നേരമായി പേരക്ക. ഇത് അധികം പഴുത്തിട്ടില്ല, എന്നാലും പഴുത്ത ആ റേഞ്ചിലുള്ള. നല്ല മധുരമുണ്ട്. മഴ ആയി കഴിഞ്ഞാൽ മധുരം കുറയും. ഇപ്പൊ ഇങ്ങനെ മഴ ഇങ്ങനെ അടഞ്ഞിട്ട് ഇടക്കര മഴയല്ലേ ഉള്ളൂ. അതുകൊണ്ടിട്ടോ നല്ല പേരൊക്കെ വലിപ്പം വെക്കുന്നു. അടിപൊളി. ഇവരെടുത്ത് കഴിച്ചോ? പിന്നെ ഞങ്ങൾ ഇന്ന് പറിക്കാനുള്ള പ്ലാൻ ഇട്ട് എന്താ അറിയാം, ഈ ആഴ്ചയും കൂടെ കഴിഞ്ഞ സ്കൂൾ തുറക്കാണ്. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആർക്കും വേണ്ടിയല്ല. ഇപ്പോഴാകുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ കഴിച്ചോളും. പറിച്ചു കൊടുത്താൽ പേരൊക്കെ കഴിക്കുന്നതല്ല. എന്നാ പിടി.
അങ്ങനെ ഇതൊക്കെ താഴെ നല്ല വലുതാണ്. ഇതാ ഇങ്ങനത്തെ പേരൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പഴുത്തയിലും ആദ്യം കഴിക്കില്ല, ആദ്യം നല്ല പഴുത്തെടുത്ത് കഴിക്കുക. പല്ല് കളിക്കാനും കുഴപ്പമില്ല, വേറെക്കെന്നാ ബിയമോടൊന്നും വേണ്ടിയില്ല. ഭാര്യങ്ങളെ കുറച്ച് തിന്നിട്ട് ബാക്കി പറിക്കാം. എനിക്ക് കുട്ടികളൊക്കെ ഡെയിലി ഒരു പേരക്ക, കുട്ടികളെന്നല്ല എല്ലാവരും ഡെയിലി ഒരു പേരക്ക കഴിക്കുന്ന അത്രയും നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളാരും ഇതൊന്നും മൈൻഡ് ചെയ്യൂല. നമ്മുടെ തൊഴുത്തിനോട് ചേർന്നിട്ടാണ് ഈ മരം ഉള്ളത്. അപ്പൊ ആ ഷീറ്റിൽ തട്ടിയിട്ട് കുറെ പഴുത്തൊക്കെ അവിടെ വീണ് കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ കയറിയിട്ടേ ഈ കൊമ്പിലുള്ള കൂടെ പറിക്കും. ഇവിടെ കുറെ ഉണ്ട് ഇതിൽ കണ്ടോ, പഴുത്ത് നോക്ക് വീണ് വരും. വേണ്ട കേടാ. ആ ഇതിന്റെ മുകളിലുണ്ട് കേട്ടോ, ഇത് അവിടുന്ന് കാണുന്നില്ല. ഞാൻ കൊമ്പ് ഇങ്ങനെ വളച്ച് പിടിച്ച് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? കണ്ടില്ല, നല്ല പഴുത്തതാ. പിടിച്ചോ. എത്ര പേരൊക്കെ ഇതിന് മുകളിലൊക്കെ. പിടിച്ചോ. ഇതാ നല്ല പഴുത്ത വേറൊന്ന്. അതാ വീണ് വീണ് കണ്ടുണ്ടോ? ഇതാ ഇത് പിടി. പിടി പിടി പിടി. ഇതൊക്കെ എല്ലാരും തിന്നു തീർക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് എനിക്ക് കിട്ടൂല. അടുത്ത ആഴ്ച സ്കൂളിൽ നിന്ന് ഇങ്ങനെ നോക്കേണ്ടി വരും. പേരക്കൊക്കെ കിട്ടിയ തിന്നു വിചാരിക്കേണ്ടി വരും കേട്ടോ. ഇപ്രാവശ്യം പേരൊക്കെ നേരത്തെ ആയിട്ട്, മറ്റേ മഴത്താണ് ഇത് അധികം ആവുക. അപ്പൊ ആരും കഴിക്കൂല. ഇപ്രാവശ്യം മാങ്ങയും പേരക്കൊക്കെ നേരത്തെ ആയും ചെയ്ത് നേരത്തെ കഴിയും തോന്നുന്നു. അല്ല ഇനി നാടൻ പേരൊക്കെ ആവാൻ കേട്ടോ, അത് ചെറുതാണ്, അത് നല്ല മഴക്കാലത്ത് ഉണ്ടാവുക. നിങ്ങൾ നാടൻ എന്ന് പറയുന്ന ചെറിയ പേരുണ്ട്, ഇതധികം മൂപ്പായിട്ടില്ല. ചങ്ങത്തും കിടന്നോട്ടെ. അല്ല എല്ലാം പറിക്കുക എന്തായാലും. ഇതിനെ നിർത്തിയിട്ട് പഴുത്ത് ചീഞ്ഞു പോവും. പിന്നെ കുരങ്ങ് കണ്ടാ വിടൂല്ല. പിന്നെ അത് കിട്ടാൻ തന്നെ കാരണം കുറച്ച് ദിവസമായി ഇപ്പൊ നമ്മളെ കുരങ്ങന്മാർ ഈ ഏരിയയിലോട്ടൊക്കെ വന്നിട്ട് തേങ്ങ പറിച്ച് വേഗം പോല, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഇതിനാ ഇത് ഇവിടെ ഒന്ന് നല്ല വലിപ്പട. ഏത് ഇതാ? ഇതും പറിച്ചോ. പക്ഷെ ചിലത് നല്ല വലിപ്പമുണ്ട്, ചിലത് ഇങ്ങനെ തന്നെ മൂക്കുന്ന. കൊട്ട നിറഞ്ഞല്ലോ, ഒതുക്കി വെക്ക്. എന്തായാലും ഇഷ്ടം പോലെ പേരൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഇഷ്ടം പോലെ പേരൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊന്നും അധികം ഒന്നും ഇത് വേണ്ടി വരില്ല. പക്ഷെ ഇതൊന്നും കിട്ടാത്ത സ്ഥലത്തെ കുട്ടികൾക്കൊക്കെ നല്ല കൊതിയായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. നമുക്ക് കണ്ടില്ല ഇഷ്ടം പോലെ. ഇനി എത്ര മരം ഉണ്ട് നമ്മളെ തോട്ടത്തിൽ, ഓരോ ഭാഗത്തും ഇഷ്ടം പോലെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതാണ്, ഇതൊക്കെ കിട്ടാത്തവർക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു ഡിമാൻഡൊക്കെ അറിയാം. നമ്മളെ കൊട്ട നിറഞ്ഞിട്ട് ഇതാ ബാക്കി നെറ്റിലും ഇട്ടിട്ടുണ്ട്. ഈ പേരന്റെ തൈ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാട്ടോ. 2 തൈകൾ ഉണ്ടായിരുന്നു. കിലോ പേര എന്ന് പറഞ്ഞിട്ട് കൃഷിഭവനിൽ വന്ന തൈയായിരുന്നു. അപ്പൊ നട്ട് ഇതാ ഉണ്ടായി. ഇപ്പൊ കിലോ പേര എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം വലുപ്പമുള്ള പേര തന്നെയാണ്. നല്ല മധുരമുണ്ട്. പിന്നെ ഇപ്രാവശ്യം പറഞ്ഞത് ഇങ്ങനെ നേരത്തെ ആവുന്നതുകൊണ്ടും നമുക്ക് എന്ത് കഴിക്കാൻ പറ്റും. പേരക്കൊക്കെ എല്ലാവർക്കും മടുക്കുന്നത് മഴക്കാലത്ത് ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ആരും അങ്ങനെ കഴിക്കൂല. നമുക്ക് ഇതൊക്കെ ഒന്ന് മേൽഭാഗമൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് പറിക്കാനും ബുദ്ധിമുട്ടാവും. ഇത് നമുക്ക് കണ്ടില്ല കുറച്ചിങ്ങനെ പടർന്ന് വരുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ വർഷം ഒന്ന് വെട്ടി കൊടുത്തായിരുന്നു. ഇനിയിപ്പം പ്രാവശ്യം കായ്കളൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെട്ടിയാൽ കറക്റ്റ് ആണ്. കുറെ ഉണക്കക്കമ്പുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് മരത്തിനെ പടർത്തി കൊണ്ടുവരണം, എന്നാലേ പറിക്കാൻ എളുപ്പമാവുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് പേരൊക്കെ കിട്ടി. നമ്മളെ കൊട്ട കാണിച്ചു കൊടുക്ക്. കൊട്ട അറിഞ്ഞില്ലേ? ഇബിയൊക്കെ അല്ല, ഇവനവിടെ ആദ്യം ഇബിയും പോയോ? ഓര് കുറച്ചു നേരം പറിച്ച് 2 പേരയ്ക്ക് നിന്ന് ഓര് പോയി. അപ്പൊ നമുക്ക് ഇത്രയും പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഇബി നല്ല ഒതുക്കി വെച്ചിട്ടുണ്ട്.
വീണു ബേബിയെ. കൊട്ടന്റെ അടിയും പിടിച്ചിട്ട് നല്ല വെയിറ്റ് ഉണ്ട്. ഇതാ ഇങ്ങനെ കാണിച്ചതാ, ഇത്രയും പേരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി എല്ലാവരും അങ്ങനെ കഴിച്ചോളും. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ, കുഞ്ഞാത്ത വരും. പിന്നെ ഇവർക്ക് എല്ലാവർക്കും കൂടെ എടുത്തിട്ട് ഇതുപോലുള്ള നല്ല അടിപൊളി പേരക്ക കഴിക്കാം.